മേതൂട്ടി ഇന്ന് അച്ഛനാന്നല്ല വാരിത്തരുന്നു മേതൂട്ടിക്ക്. നല്ല സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ. പക്ഷെ ഓക്ക് എടുക്കുമ്പോ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ. എന്നിട്ട് ഇന്നാകുമ്പോഴത്തേക്ക് കുറച്ച് ഇഷ്ടായി. ഇപ്പൊ എങ്ങനെയുണ്ട് മേതു? ഇന്നലെ അമ്മ രാത്രി അലക്കിയിട്ടുണ്ടത്. ഇതാ അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാരും ഇതാ റെഡി ആയിട്ടുണ്ട്. എടുത്തേക്കാ സീനാട്ടിന്റെ മേതു പറ. തൊണ്ടക്കായി ഇന്നലെ പോയ സ്ഥലത്ത്. ഇന്നലെ നമ്മൾ എവിടെയാ പോയിനി? കുടിയലിനല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കുടിയലിന് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടില്ലത്. അതെ, ഇന്നലെ രാത്രി നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കേറിയിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ അമ്മയും അച്ഛനല്ലേ ഇതാ വന്നു. അമ്മേ നല്ല ചന്ദനക്കുറിയെല്ലാം വെച്ച് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അതല്ലേ അച്ഛന് ഇത് വൈകിയല്ലോ കുറച്ചൊരു ഇതുണ്ട് അച്ഛന്. ആടെ ചോറിനേണ്ട സമയത്താന്ന് എത്തുന്നത് ചോദിക്കുന്നത്. എന്നാല് ഇറങ്ങിക്കോ, അധികം സമയം വൈകണ്ട. നിങ്ങൾ ഇതിന്റെ ഉള്ളാക്കിയല്ലോ. പാലടിച്ചിട്ട് നടന്നോന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചെന്നാ പിന്നെ അടിച്ചിട്ട് അങ്ങ് പോയേക്കാം. ഇവനെ കണ്ടിട്ടില്ല അല്ലേ? ഇവനെ കണ്ടിട്ടില്ല. ഇവൻ അതിന്റെ ഇടയ്ക്ക് എവിടെയോ പോയി. ഇവന് ഏത് സമയം കിട്ടിയ പാട് ബോൾ എടുത്ത് കളിക്കാം. അച്ഛനെ തിരക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മള് എവിടെ എത്തി? എരമത്തേക്ക് എത്തി കേട്ടാ. കുടിയലിന്റെ അടുത്ത് എത്തി. എന്നാണ് ഒരു മൊഞ്ച് പിടിച്ച്, എപ്പോഴും മൊഞ്ച് തന്നെ കേട്ടാ രണ്ടാളും. ചൊടി പിടിച്ചു. എന്തിനാന്ന് പറയാ, ചെറിയ നിസാര കാര്യത്തിന് അല്ലേ. ഞാൻ ഈ സെന്ററിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഓന് ഉന്തലും പിടിയായി. എന്താന്ന് നോക്കുന്നത്. അപ്പം നമ്മള് എരമം മുതുകോട്ട് കാവിന്റെ അടുത്തെത്തി. ഇനി നേരെ നമ്മളിനി കുടിയലിന്റെ അടുത്തേക്ക് പോകാൻ പറ്റല്ലേ, പുതിയ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അവർക്ക് പിന്നെ നമ്മളൊപ്പം നിൽക്കാനൊന്നും സമയമില്ല. സത്യം പറഞ്ഞാൽ നമ്മള് വീഡിയോയിൽ എടുത്തിട്ട് പോവില്ലെന്നും അവരെ അറിയില്ലു. അവിടെ പറഞ്ഞാൽ നമ്മള് വേഗം പോവാ. ഏത് അതെയാ, ആയിക്കോട്ടെ. മപ്പു വന്നാലേ നടക്കൂടോ. ബസ് സ്റ്റോപ്പ് നേരെ കയറി പോയാലോ. വീട്ടിൽ കയറാൻ പോകുമ്പോഴത്തേക്ക് വല്യമ്മ വിളിച്ചു. അപ്പൊ വല്യമ്മക്ക് ഇവിടെ കുറച്ച് തേങ്ങ എടുക്കാനുണ്ട്. വല്യമ്മേന്റെ നാടായത്. അപ്പം അതെ, അപ്പൊ വല്യമ്മക്ക് തേങ്ങ. വല്യമ്മ വന്നാ പിന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാലോ എന്ന്. അപ്പൊ അതെടുക്കാൻ വേണ്ടി പോയി. വീട്ടിൽ കയറിയില്ല അമ്മ. ഇനി തിരിച്ചു വരുമ്പോ ഈ സ്ഥലം വെക്കാൻ ഉണ്ടാവൂന്നും അറിയില്ല. അത് ശരിയാണ്. ഇവിടെ ഒരു പാർക്കിംഗ് വരെ നമുക്ക് കിട്ടിയതാണ്. ഒറ്റക്കൂടിക്ക് പാല് ലക്ഷ്മി എല്ലാവർക്കും പാല് കൊണ്ട് തരുക. എന്താ അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് പാല് കാച്ചലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ രാവിലെ ആയിരിക്കുമല്ലോ, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ കാച്ചിയ പാലൊക്കെ കുടിച്ചു, ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇതിങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണല്ലോ, എല്ലാവരും കൂടെ ഒത്തുകൂടും. അപ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമല്ലോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ശ്രീനാഥിൻ്റെ കസിനാണ് ഇത്. പിന്നെ കസിൻ്റെ മോൻ നോക്കിയ മുഖം പൊത്തിക്കുക എന്നിട്ട് ആ വീഡിയോ കൊണ്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ സുവി ഇങ്ങനെ ഓരോരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങ് ചിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മണിക്കൂട്ടിനെയും മേതൂട്ടിനെയും കാണുകയില്ല കേട്ടോ. അവർ പിള്ളേരെ കൂടെ തന്നെയായിരിക്കും. നമ്മൾ അടുത്തോട്ടേ വരില്ല. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് അവർ നമ്മളൊന്ന് കാണുക. അപ്പോൾ ശ്രീനാഥിനും ഇതേ ശ്രീനാഥിൻ്റെ കസിൻസിനോടൊക്കെ സംസാരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഫംഗ്ഷൻ ഒത്തുകൂടുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുക അവരോടൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ച് നേരെ ഇങ്ങോട്ടല്ല കേട്ടോ വന്നത്. അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് തന്നെ അവരെ നരിക്കോട് കൊണ്ടുവിട്ടിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ നമ്മളെവിടെ എത്തി? നരിക്കോടെത്തി. നമ്മുടെ കുടിയേലെല്ലാം കഴിഞ്ഞ് അമ്മൂസാടിയുണ്ട്. ആ മുഖം കാണിക്കാം, അപ്പൊ തന്നെ മനസ്സിലാവും. ഭയങ്കര ഇടിയും മഴയും വരുവോ ഇന്ന്? ഇന്ന് നല്ല ഇടിയും മഴയല്ലേ?
ഇപ്പൊ പെട്ടെന്ന് ഇന്നലെ ഇന്നലെയല്ലേ എരമത്താ പോലും ഇതുപോലെ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പോകുമ്പോൾ ചോദിച്ചു ഇന്നലെ മഴ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഉണ്ടായില്ല പരിപാടികൾ കഴിഞ്ഞുകൊണ്ട് അവർക്ക് നല്ലൊരു ഇതായി എന്താ വെച്ചാൽ ആളുകൾക്ക് വൈകുന്നേരം പറഞ്ഞത് പരിപാടി ഉണ്ടാവും ഈ മഴ നമുക്ക് മഴ വരുന്നതിന് മുന്നേ നമ്മളിവിടെ എത്തിയോണ്ട് രക്ഷപ്പെട്ടു. നല്ല ഇരുട്ട് പിടിച്ച മഴയാട്ടാ ഇടിയും മഴയും ഇരുട്ടൊന്നും കാണുന്നില്ലല്ലോ ഇരുട്ടിയിൽ കാണുതാ എന്നാ നോക്കിയാ പേടിച്ചിരിക്കും നോക്കിയാ എടുത്തു എന്താ മോനെ എന്താ പറ്റിപ്പോയേ ഇടി കണ്ട് പേടിച്ചില്ല പക്ഷെ ഇവർക്കൊന്നും യാതൊരു പ്രശ്നമില്ലട്ടാ ഇന്ന് കളിക്കും മഴയും വെടിയെല്ലാം വരുമ്പോഴേക്ക് ഓടേന്നല്ലാണ്ട് ഒന്നിനും പിടിച്ചാ കിട്ടണ്ടോ ഒച്ചപ്പാടും തന്നെ ഓരോരു ഭാഗത്തും ഓരോരു വിഷയം പറയുന്ന നല്ല മഴ കുറേ നാളുകൾക്ക് ശേഷം വന്ന അടിപൊളി മഴ എല്ലാരും കണ്ട ആസ്വദിക്കുന്നതിന് അമ്മൂര മകൂര് നല്ല കട്ടൻ ചായയും പഴംപൊരിയും വേണം എന്തായാലും ഇങ്ങോട്ടൊക്കെ ചിരിക്കുന്നുണ്ട് അല്ലേ അമ്മു നല്ല പഴംപൊരിയും കട്ടൻ ചായയും ഉണ്ടായിക്കോ അത് പറയുമ്പോ അതില്ല ഇങ്ങനെ ആസ്വദിച്ചാ മതി അല്ലേ മഴ മാത്രം പഴംപൊരിയും കട്ടൻ ചായയും ഇല്ല അപ്പൊ എന്താ ഈ വേനൽക്കാലത്ത് നല്ല ചൂട് ഇന്നൊന്നും ചൂടെടുത്ത് നിക്കാൻ പറ്റിയില്ല ഭയങ്കര ചൂട് മഴ പെയ്താലേ ചൂടധികം അതെല്ലേ അതിന്റെ ഇടക്ക് മേതൂട്ടി എന്താ ചെയ്യുന്നത് മഴയത്തിറങ്ങാൻ പാടില്ലേ ഇടക്ക് വരുന്ന മഴക്ക് ഭയങ്കര ശക്തി പക്ഷെ ഈ ചൂടിന്ന് ചെറിയൊരു ആശ്വാസമായി സുബി എങ്ങനെയുണ്ട് മഴ നടന്നുകൊണ്ടിരിക്കുമ്പോ അത്ര രസമല്ല പക്ഷെ ഇത് കൂടുതൽ വരുമ്പോ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത്ര ചൂടിന് ചെറുങ്ങനൊരു മഴ വേണമായിരുന്നു അങ്ങനെ നമുക്ക് ഇന്ന് ഒരു വേനൽ മഴ കിട്ടിയിട്ടുണ്ട് നല്ല ഇടിയും മഴയോട് കൂടിയിട്ട് എല്ലാവരും സൈഡായിട്ടാ ഇത്രയും ഓടിക്കളിച്ച പിള്ളേരെല്ലാം സൈഡായി ഇപ്പാണ് അവര് ഇറങ്ങിയത് പുറത്തേക്ക് ആ മഴയും നല്ല ഇടിയും